പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ സുപ്രധാനമായ വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദ ഇപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പിങ്കിയെ. നന്ദ പിങ്കിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് പിങ്കിയെ വിവാഹം കഴിച്ചത് മറ്റാരുമല്ല ഗൗതമാണ് എന്ന് കരുതിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ്. പിങ്കിയാണ് എങ്കിൽ സത്യങ്ങൾ പറയാൻ പറ്റാതെ ആകെ പകച്ച് നിന്നുപോകുന്നു. എങ്ങനെയാണ് ഇവളോട് ഞാൻ സത്യങ്ങൾ വ്യക്തമാക്കുക? എങ്ങനെയാണ് ഇവൾക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക എന്നറിയാതെ ആണ് ഇപ്പോൾ പകച്ച് നിന്നു പോകുന്നത് പിങ്കി. സത്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള അവസരം ലഭിക്കുന്നില്ല എന്ന് പിങ്കി തിരിച്ചറിയുകയും ചെയ്യുന്നു. തൻ്റെയും തൻ്റെ മകൻ്റെയും സത്യങ്ങൾ അറിയിക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ പിങ്കി ചെയ്യുന്നത്. ഇതേ സമയം തന്നെ ചതിച്ച നന്ദയെയും നിർമ്മലിനെയും തനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന ഗൗതം ഇതേ തുടർന്ന് കൊല്ലുന്നതായി സ്വപ്നം കാണുകയും ചെയ്യുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്ന് ഒടുവിൽ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഗൗതം ചെയ്യുന്നത്. മാത്രവുമല്ല ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ നന്ദയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. പിങ്കിയോട് നന്ദയുടെയും നിർമ്മലിന്റെയും വിവാഹം കഴിഞ്ഞു എന്ന് ഗൗതം പറഞ്ഞത് പിങ്കിക്കും അപ്രതീക്ഷിതമായ ഷോക്കാകുന്നു. ഇതോടെ നന്ദയോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറായിക്കൊണ്ട് പിങ്കി മുന്നിലേക്ക് വരികയാണ്. അപ്പോഴാണ് നന്ദ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത്. ഇതോടെ ഗൗതമിന്റെ മകൻ അല്ല തൻ്റെ കൂടെ ഉള്ളത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് പിങ്കി. അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞത് ആകെ ഞെട്ടിച്ചു കളയുന്നു നന്ദയെ. മാത്രവുമല്ല ഗൗതമിനെ താൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.